ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളുടെ സ്വന്തം ശരണിയാണ്. ഇന്നൊരു സൺഡേ വ്ളോഗാണ്. അതുകൊണ്ട് കുറച്ച് സ്പെഷ്യലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് രണ്ട് ഐറ്റംസൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്ന് വെളുപ്പാങ്കാലമൊക്കെ ആയപ്പോഴത്തേക്ക് നല്ല ബഹളമായിരുന്നു കേട്ടോ. ഈ ഒരു സിറ്റ് ഔട്ടിൻ്റെ ഭാഗത്ത് നല്ല കാറിക്കൂവലും ഒക്കെ ആയിരുന്നു. പൂച്ചകൾ തമ്മിട്ടാട്ടോ നല്ല അടിയായിരുന്നു തോന്നുന്നു. പൊരിഞ്ഞ അടിയായിരുന്നു തോന്നുന്നു. അങ്ങനെ അവിടെയൊക്കെ ഒരു പരുവാക്കി ഇട്ടിട്ടുണ്ട് ആ തറയൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ എൻ്റെ ചെടികളും ആ ഒരു പരുവാക്കി ഇട്ടിട്ടുണ്ട്. എൻ്റെ മുകൾ ഭാഗമൊക്കെ കയറി ഇറങ്ങിയതാണെന്ന് തോന്നുന്നു. ഒടിഞ്ഞ് ഇങ്ങനെ കിടപ്പുണ്ട്. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും ചട്നി ആക്കാമെന്ന് വിചാരിച്ചു. അപ്പം രാവിലെ തന്നെ വന്ന് പാത്രം തുറന്ന് നോക്കിയപ്പോൾ മാവൊക്കെ നല്ല പൊങ്ങിയിരിപ്പുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പോസിറ്റീവ് എനർജി തന്നെ ഉണ്ടാവും. എനിക്കങ്ങനെ കേട്ടോ. നമ്മൾ എന്തെങ്കിലും ചെയ്ത് വെച്ചേക്കുന്ന കാര്യങ്ങളെ അത് നന്നായിട്ട് ഇരിക്കുവാണെങ്കിൽ നമുക്കൊരു ഭയങ്കര സന്തോഷം തോന്നുന്നില്ലേ? എനിക്ക് അങ്ങനെയാണ്. രാവിലെ നമ്മൾ എന്തെങ്കിലും കാണുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ അതൊരു പോസിറ്റീവായിട്ട് നടക്കുകയാണെങ്കിൽ എനിക്ക് അന്നത്തെ ഡേ ഫുള്ള് ഇങ്ങനെ ആ ഒരു പോസിറ്റീവ് എനർജി ഇങ്ങനെ ഫീൽ ചെയ്തുകൊണ്ടേ ഇരിക്കും. അല്ലാതെ നമ്മൾ ഫസ്റ്റ് എഴുന്നേറ്റ് വരുമ്പോഴേ നമുക്ക് നെഗറ്റീവ് അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് അന്നത്തെ ദിവസം മൊത്തം പോകും കേട്ടോ. അതെനിക്ക് എന്താണെന്നറിയത്തില്ല, എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യാറുള്ളത്. നിങ്ങൾക്കും അങ്ങനെയാണോ ഇല്ലയോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ ഇതാ കുറച്ച് മാവ് എടുത്ത് മാറ്റി വെച്ച് പകുതി എടുത്തോളൂ കേട്ടോ. അപ്പം ഒരു വട്ടം നമുക്ക് രാവിലെ എടുക്കുകയാണെങ്കിൽ ഒരു വട്ടം വൈകിട്ടൊക്കെ എടുക്കാമല്ലോ. ഞാൻ 2 ദിവസത്തേക്കൊക്കെ അങ്ങ് ആട്ടി വെക്കും. അതാകുമ്പോഴത്തേക്ക് നമുക്ക് വലിയ പാടില്ല. ഇല്ലെങ്കിൽ ഇങ്ങനെ ഇച്ചിരി ആയിട്ട് ആട്ടുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ പിന്നെ ഇതാ ഈ 2 തട്ടിലാട്ടം എടുക്കുന്നത്. അങ്ങനെ പിന്നെ മാവൊക്കെ ഉപ്പൊക്കെ ഇട്ടൊന്ന് കലക്കി എടുത്തിട്ട് ഇതിനകത്ത് ഒഴിച്ച് നമ്മൾ അടുപ്പത്താക്കി. ശരിക്കും പറഞ്ഞാൽ ഈ മനുഷ്യൻ ഇഡ്ഡലിയും ദോശയും ഒന്നും കഴിക്കത്തേയില്ല. ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ആ സമയത്ത് മൂശാട്ട കയറിയിരിക്കും. ഇഡ്ഡലി ഉണ്ടാക്കട്ടെ വേണ്ട, ദോശ ഉണ്ടാക്കട്ടെ വേണ്ട എന്നുള്ള കാര്യം മാത്രമേ ആ വായിന്ന് ഇങ്ങോട്ട് വരത്തുള്ളൂ. ആ സമയത്ത് ഉണ്ടാക്കുക എന്ന് ഒരു വട്ടം പോലും പറയത്തില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ നമ്മൾ എന്നും ഇങ്ങനെ എന്തോ ഉണ്ടാക്കുന്നത് ടെൻഷനാണ്. എന്തുണ്ടാക്കും എന്നുള്ള ടെൻഷനാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ ഇപ്പോൾ ചോദിക്കത്തില്ല കേട്ടോ. ഞാനങ്ങ് ഉണ്ടാക്കും. ഇടയ്ക്കിടയ്ക്ക് അതും കഴിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കും വേറെ കറികളൊക്കെ വെച്ചിട്ട്. കാരണം എന്ത് കൂട്ടി കഴിച്ചാലാണ് ഈ മനുഷ്യൻ കഴിക്കുന്നതെന്ന് ഇങ്ങനെ നോക്കണമല്ലോ. അപ്പോൾ ആദ്യമൊക്കെ സാമ്പാർ മാത്രമേ ഉണ്ടാക്കുമായിരുന്നു. അപ്പോഴിങ്ങനെ പറയും എനിക്ക് സാധനം വേണ്ട, എനിക്കിത് കണ്ണിന് കണ്ടുകൂടാന്നൊക്കെ പറയും. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ സാമ്പാറും ചട്നി ആക്കിയപ്പോഴത്തേക്ക് പിന്നെ കഴിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ വെള്ള ചട്നിയും സാമ്പാറും കൂടെ ആക്കി കൊടുക്കുമ്പോൾ ഒരുവിധം കഴിക്കുമായിരുന്നു. ഇടയ്ക്ക് വെച്ച് പിന്നെ വീണ്ടും മൂശാട്ടയായി കേട്ടോ. എനിക്കിനി ദോശയും വേണ്ട ഇഡ്ഡലിയും വേണ്ട എന്നൊക്കെ അങ്ങ് പറിച്ചില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടാക്കണമല്ലോ, ഇനി എന്തുണ്ടാക്കും എന്നുള്ള ടെൻഷൻ വന്നപ്പോഴാണ് വീണ്ടും ഒരു ചട്നിയിലോട്ട് തന്നെ വന്നത്. അങ്ങനെ പിന്നെ വെള്ളം മാറ്റി ഞാനത് ചോമ്പാക്കി കേട്ടോ. അപ്പോൾ അത് ഒരു വട്ടം ഉണ്ടാക്കി കൊടുത്തപ്പോഴത്തേക്ക് ഈ മനുഷ്യൻ കഴിച്ചിട്ട് പറഞ്ഞു അടിപൊളിയാണ് കൊള്ളാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ ലഡു ഓട്ടി. അപ്പോൾ ഇനി കുറച്ച് നാളത്തേക്ക് ഇതും കൂടെ ഇട്ട് ഓട്ടിക്കാമെന്ന് വിചാരിച്ചു. ഇത് മടുക്കുമ്പോൾ നമുക്ക് അടുത്തത് കണ്ടുപിടിച്ചാൽ മതിയല്ലോ. അങ്ങനെ പിന്നെ ഇന്നും അതൊക്കെ തന്നെ ആട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും പിന്നെ ഒരല്ലി വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും പിന്നെ ചുമന്നുള്ളി ഉണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും നല്ലത്. എനിക്കതില്ലാത്തതുകൊണ്ട് സവോളയായിട്ട് എടുത്തത്. അതും കൂടെ ആക്കി കുറച്ച് മുളകുപൊടി ഉപ്പും കൂടെയൊക്കെ ആക്കി അരച്ചെടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് അരച്ചെടുക്കുക. ഇതെല്ലാവർക്കും അറിയായിരിക്കും. പിന്നെ ഞാൻ ചേർക്കുന്ന ഇതൊക്കെയാണെന്ന് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അരച്ചെടുത്തിട്ട് പിന്നീട് അതിനകത്ത് നമ്മൾ കുറച്ച് കടുവറുത്ത് ഒഴിക്കുകയാണെങ്കിൽ നമ്മുടെ ചമ്മന്തി അടിപൊളിയാണ്. അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഇഡ്ഡലി ഇന്ന് നല്ല പൂ പോലെ പഞ്ഞി പോലെ എന്നൊക്കെ പറയുന്ന പോലെ ആയി വന്നിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ എന്തൊരു മനസ്സമാധാനമാണ്. ഇന്ന് അതുകൊണ്ട് ആ മനുഷ്യൻ കഴിക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാട്ടോ. അതാണ് ഏറ്റവും വലിയ സന്തോഷം. കാരണം ഇങ്ങനെയൊക്കെ ഇരുന്നാൽ ഒന്ന് കഴിക്കുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മുടെ ഇഡ്ഡലിയൊക്കെ വന്നിട്ടുണ്ട്. അത് ഞാൻ കുറച്ചൊരു പാത്രത്തിലോട്ട് ഇളക്കിയിടുകയാണ്. അതുകൊണ്ട് ഇന്ന് മൊത്തം ആ മനുഷ്യനെ കൂടി ഇത് കഴിപ്പിക്കണം. കാരണം ഇത് ബാലൻസ് വെക്കാൻ ഇനി ബാലൻസ് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നെ വൈകിട്ട് ഇരുന്ന് കഴിക്കേണ്ട വരും. അതുകൊണ്ടൊക്കെ കേട്ടോ. അപ്പോൾ നമ്മുടെ പഞ്ഞി പോലത്തെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. കുറച്ച് കട്ടനും കൂടെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഇതൊക്കെ ആക്കി ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇരുന്ന് കഴിക്കുകയാണ്. എന്തായാലും ഇഷ്ടപ്പെട്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചപ്പോൾ ആദ്യം ഒന്നും മിണ്ടിയില്ല. അത് കഴിഞ്ഞ് പിന്നെ പറഞ്ഞു ആ കൊള്ളാടി അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വാ തുറന്നൊന്ന് പറഞ്ഞാൽ എന്നിങ്ങനെ ചോദിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ഇനി ഉച്ചക്കലത്തേക്കുള്ള ഒരു ഒരുക്കത്തിലാണ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചാൽ ചിക്കൻ ചുക്കയായിട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഈ സംഭവം ഞാൻ ഉണ്ടാക്കുന്നത്. എങ്ങനെ ഉണ്ടാവുമെന്നോ ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചിക്കൻ എടുത്ത് കുറച്ച് വെള്ളത്തിൽ ഇട്ടു. ഇത് നമ്മൾ ഇന്നലെ പോയി മേടിച്ച ചിക്കനായിട്ടോ. ഇന്നലെ ഞാൻ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നമ്മുടെ കല്ലന്താഴത്ത് ഒരു ചിക്കൻ കടയുണ്ട്, അവിടെ പോയി മേടിച്ചിട്ട് വന്നതാണ്. 2.5 കിലോ ഉണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ. 2.5 കിലോ ആയിരുന്നു. അപ്പോൾ ചെറിയൊരു കോഴി മേടിക്കാനാണ് പോയത്. പക്ഷെ വലുത് മാത്രമേ അവിടെ ഉള്ളായിരുന്നു.
പിന്നെ അത് തന്നെ മേടിക്കേണ്ടി വന്നു. പിന്നെ അത് മേടിച്ച് നമ്മളൊരു 2-3 ഇട്ടായിട്ട് എടുക്കാൻ കാണും. കാരണം ഞങ്ങൾ അധികം ചിക്കൻ അങ്ങനെ കുഞ്ഞിനങ്ങനെ അധികം കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് കുറേശ്ശെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതും ഈ മനുഷ്യൻ എന്തെങ്കിലും ചിക്കനിൽ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുത്താൽ മാത്രമേ ഈ മനുഷ്യൻ കഴിക്കത്തുള്ളൂ, അല്ലെങ്കിൽ കഴിക്കത്തേ ഇല്ല. ചിക്കൻ കറിയൊക്കെ വെച്ചാൽ അങ്ങനെ അതിൽ നിന്ന് പീസൊന്നും അങ്ങനെ കഴിക്കത്തില്ല, ഇഷ്ടമല്ല. ബീഫ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് പിന്നെ ഇത് രണ്ടും പോകുന്നതുകൊണ്ട് എനിക്ക് പിന്നെ ഒരു കുഴപ്പമില്ല. അങ്ങനെ ഇത് നിങ്ങൾക്കൊരു അൺബോക്സിങ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച ഒരു കത്രികയാണ്. അപ്പോൾ ഈ മീനൊക്കെ കണ്ടിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു കത്രിക നോക്കി മേടിച്ച കേട്ടോ. പക്ഷേ ഈ സംഭവം കൊള്ളാവോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. കണ്ടിട്ട് അടിപൊളിയാണ്. ഇനി കട്ട് ചെയ്ത് നോക്കിയാൽ മാത്രമേ അറിയത്തുള്ളൂ. അതിനൊരു അടപ്പ് പോലെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ കൊളുത്തിയൊക്കെ നമുക്ക് ഇടാനൊക്കെ പറ്റും. ഇനി നമ്മുടെ ആടയാഭരണങ്ങളിട്ട് നമുക്ക് അങ്കത്തട്ടിലോട്ട് ഇറങ്ങാം. ഇതൊക്കെ ഇട്ടിട്ട് ഇറങ്ങിയാലേ ശരിയാവത്തുള്ളൂ. ഞാൻ രാവിലെ അടിപൊളിയായിട്ടൊക്കെ നിൽക്കാമല്ലേ. അപ്പോൾ പിന്നെ ഇതിൻ്റെയൊക്കെ സ്മെല്ല് പറ്റി എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ. എനിക്കിങ്ങനെ ദേഹത്ത് അഴുക്ക് പറ്റിയോ, അതായത് നമ്മൾ ഇടുന്ന ഡ്രസ്സിൽ അഴുക്ക് പറ്റിയാലും വേറെ എന്തെങ്കിലും സ്മെല്ലൊക്കെ ആയാലും ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ. പിന്നെ അത് മാറി എനിക്കത് കഴുകി വൃത്തിയായില്ലെങ്കിൽ ഒരു മനസ്സമാധാനക്കേടാണ്. അപ്പോൾ എന്നെ പോലെയുള്ള സൈക്കുകളുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇന്നലെ തന്നെ ഞാൻ ഈ ചിക്കൻ 1-2 വെള്ളത്തിൽ കഴുകി വെച്ചിരുന്ന കേട്ടോ. കാരണം ബ്ലഡോടെ കൊണ്ടുവെക്കുമ്പോൾ എനിക്ക് വല്ലാത്ത മനമറുപ്പാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ 1-2 വെള്ളത്തിൽ കഴുകി എല്ലാം വൃത്തിയാക്കിയതിന് ശേഷമാണ് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചത്. അതുകൊണ്ട് ഇന്ന് വലിയ പാടില്ല. അതിനകത്ത് കൊഴുപ്പുകളൊക്കെ എടുത്ത് കളഞ്ഞിട്ട് പിന്നെ 1-2 വെള്ളത്തിലും കൂടെ ഇങ്ങനെ കഴുകി എടുത്താൽ മതിയായിരുന്നു. പിന്നെ ഇന്ന് ഇങ്ങനത്തെ കറിയൊക്കെ ആയതുകൊണ്ട് കുഞ്ഞനിങ്ങനെ പറയുമായിരുന്നു, എനിക്കിന്ന് ചോറ് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് വെച്ച് തരാമോ. അപ്പം ഞാൻ പിന്നെ വിചാരിച്ചു ഇനി വെജിറ്റബിളൊക്കെ ഇട്ടിട്ട് എന്തെങ്കിലും ആക്കി കൊടുക്കാം ആ മനുഷ്യന് എന്ന് വിചാരിച്ചെടുത്ത കേട്ടോ. അപ്പോൾ നമുക്കിനി ചിക്കൻ ചുക്ക എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വൃത്തിയാക്കി വെച്ചിരുന്ന ചിക്കൻ നമ്മൾ എടുത്തിട്ടുണ്ട്. 1 കിലോഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് എനിക്ക് അളവ് അത്ര അറിയത്തില്ല, എൻ്റെ ഒരു ഏകദേശം ഊഹമാണ്. അപ്പോൾ 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, 1 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. തൈര് ഒഴിക്കുമ്പോൾ കുറച്ചും കൂടെ സോഫ്റ്റ് ആവും കേട്ടോ ചിക്കൻ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു 2 നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അധികം ഇട്ട് കൊടുക്കുന്നില്ല. അധികം ഇട്ട് കൊടുക്കുമ്പോൾ അതിന് കളർ ചേഞ്ച് വരും കേട്ടോ. ചിക്കൻ ചുക്കയുടെ കളറേ ഒരുമാതിരി മാറിപ്പോവും. അതുകൊണ്ട് അല്പം ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സാക്കി ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. അതാകുമ്പോഴത്തേക്ക് കുറച്ച് നല്ല സോഫ്റ്റായിട്ട് ചിക്കൻ കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് വെജിറ്റബിളൊക്കെ അരിഞ്ഞെടുക്കാം. ഇത് ഫ്രൈഡ് റൈസ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഫ്രൈഡ് റൈസ് പോലെ അന്ന് ഫ്രൈഡ് റൈസിനകത്ത് ഉപയോഗിക്കുന്ന എല്ലാ ഐറ്റംസ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്യാബേജ്, ക്യാപ്സിക്കം, ബീൻസ്, ക്യാരറ്റ് എല്ലാം കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ അരി വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അരി നന്നായിട്ട് അങ്ങ് വെന്ത് പോയിട്ട് ഇത് അരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് ഞാൻ ശരിക്കും ഇത് ശ്രദ്ധിച്ചതേ ഇല്ല. അതുകൊണ്ട് നല്ലപോലെ വെന്ത് പോയി. അതുകൊണ്ട് ഞാനൊരു പാത്രത്തിനകത്താക്കി ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയം കൊണ്ട് കുഞ്ഞിനെനിക്ക് സവോളയൊക്കെ അരിഞ്ഞ് തന്നിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് നമുക്ക് റൈസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഒരു പാത്രത്തിനകത്തോട്ട് കുറച്ച് വെജിറ്റബിൾ ഓയിലായിട്ട് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അതൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളി ഞാൻ അരിഞ്ഞത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആദ്യം ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് ക്യാരറ്റ്, പിന്നെ ബീൻസ്, ക്യാബേജ് ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം അല്പം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ടാണ് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നത്. ക്യാപ്സിക്കത്തിന് അധികം വേവില്ല. ഇതെല്ലാം നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടാണ് കുക്ക് ചെയ്യുന്നത്. അധികം ഇങ്ങനെ ഡീപ്പായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി മാത്രം മതി. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടൊന്ന് ഇളക്കി ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് അതിനകത്ത് കുരുമുളക് പൊടി 1 ടീസ്പൂൺ ആട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. അപ്പം അതെല്ലാം ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം കുറച്ച് സോയാ സോസ് അല്ല കേട്ടോ, ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സോയാ സോസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കാര്യങ്ങളൊക്കെ വരും കേട്ടോ. എനിക്കത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ടൊമാറ്റോ സോസ് മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. അതൊന്ന് ഒഴിച്ചൊന്ന് എല്ലാം ഒന്ന് മിക്സ് ആയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരുന്ന റൈസ് അതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒന്ന് നല്ല വെന്ത് പോയതുകൊണ്ട് നമ്മൾ ഇളക്കാൻ തന്നെ എനിക്ക് പേടിയായിട്ട്, ഇളക്കുമ്പോൾ അത് പൊടിഞ്ഞു പോകും. അപ്പം അതിൻ്റെ ടേസ്റ്റേ ഒന്ന് മാറും കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. റൈസിന് ഉപ്പിടാതെയാണ് വേവിച്ചിട്ടെങ്കിൽ ഉപ്പിട്ട് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ ചുക്ക എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 5 മീഡിയം സൈസ് സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട്. നൈസായിട്ടാണ് അരിഞ്ഞെടുത്തേക്കുന്നത് കേട്ടോ. അധികം കട്ടിയില്ലാതെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതാകുമ്പോഴേക്കും നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം കുറച്ച് ഓയിൽ ഒരു പാത്രത്തിൽ വെച്ചിട്ട് എണ്ണ ചൂടായപ്പോഴത്തേക്ക് അതിനകത്ത് നമ്മൾ ഉള്ളിയിട്ട് ഒന്ന് വറുത്ത് കോരി എടുക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ഇതാ കുഞ്ഞിനിവിടെ ലസ്സി അടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. കുറേ നേരം കൊണ്ട് പറയുന്നത് എനിക്ക് ലസ്സി വേണം. അന്നപ്പോൾ എനിക്ക് കൈ ഒഴിയുന്നില്ല. അപ്പം പറഞ്ഞു ഞാൻ തന്നെ അടിച്ചോളാം എന്ന് പറഞ്ഞ് അടിച്ച് 1 ഗ്ലാസ് എനിക്കും തന്നു, 1 ഗ്ലാസ് കുഞ്ഞിനും കുടിച്ചു. അപ്പോൾ മധുരം അധികം ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ. ചെറിയൊരു പുളിപ്പുണ്ട്. അതിന് പറയുമായിരുന്നു അയ്യോ മധുരം കുറവാണ്, ചെറിയ പുളിപ്പുണ്ട് എന്നൊക്കെ പറയായിരുന്നു. എനിക്ക് ഓക്കെയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഉള്ളി ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അതെടുത്ത് ഞാൻ ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്ക് അടുത്തൊരു പാത്രം വെച്ചിട്ട് അതിനകത്ത് നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്ത ആ ഒരു എണ്ണ തന്നെയാണ് എടുക്കുന്നത്. ഞാൻ വെളിച്ചെണ്ണ ആട്ടോ എടുത്തത്. വെളിച്ചെണ്ണയാണെങ്കിൽ നല്ല ടേസ്റ്റും ഒരു ഫ്ലേവറും ഒക്കെ കാണും. അപ്പോൾ ഇതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഇട്ടതിന് ശേഷം പിന്നീട് ഒന്ന് ഇളക്കി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ
മുളക് പൊടി ഇട്ടിട്ടുണ്ട്. കാശ്മീരി അല്ല കേട്ടോ, എരിവുള്ളതായതുകൊണ്ട് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തുള്ളൂ. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിയുമ്പോൾ ഒരു 2 തക്കാളി, അതായത് കുറച്ചൊരു വലിപ്പമുള്ള തക്കാളി 2 എടുത്തിട്ടുണ്ട്. അത് അരിഞ്ഞ് നൈസായിട്ടൊന്ന് അരിഞ്ഞതിന് ശേഷം അത് നമ്മൾ ഈ ഒരു ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ആക്കുക. കുറച്ച് ഉപ്പും കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചിക്കനകത്ത് ഉപ്പ് ഇട്ടതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്ത് ലേശം ഉപ്പൊക്കെ ഇടുന്നുള്ളൂ. കാരണം പിന്നീട് ഉപ്പ് കൂടിപ്പോയാൽ അറിയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ അടച്ച് വെച്ച് ഒന്ന് വേവിക്കുക. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി ഒന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം. അടിക്കങ്ങാനും പിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പം ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് അത് പെട്ടെന്നൊന്ന് ആയി വരും. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഒന്ന് ഉടഞ്ഞ് വരണം കേട്ടോ. നന്നായിട്ട് വെന്ത് അതിൽ നിന്ന് വെള്ളം ഇങ്ങനെ വരും. അപ്പോഴത്തേക്ക് നന്നായിട്ട് ഉടഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ ബാക്കിയുള്ള ചിക്കൻ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഒന്നും കൂടെ ഞാൻ അടച്ച് വെച്ച് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഉടഞ്ഞ് നന്നായിട്ട് വെന്ത് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്കിനി നമ്മൾ മാറ്റി വെച്ചിരുന്ന ചിക്കൻ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിനകത്ത് നമുക്ക് ചിക്കൻ വേകുമ്പം തന്നെ അതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങും. അതുകൊണ്ട് അത് മാത്രം മതി. 1 മിനിറ്റോളെങ്കിലും നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം പിന്നെ ഒരു 10-15 മിനിറ്റോളം നമുക്ക് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കാം. പിന്നെ ഇടയ്ക്ക് മാത്രം ഒന്ന് ഇളക്കി കൊടുക്കണം തുറന്നിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് അടുക്കി പിടിക്കാനുള്ള ചാൻസ് കൂടുതലായിട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ചിക്കൻ വേവിക്കാൻ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റിന് മുകളിലായിട്ടുണ്ട്. ഇപ്പം നമുക്ക് തുറന്ന് നോക്കാം. ചിക്കനൊക്കെ വെന്തിട്ട് അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി ഒരു ഗ്രേവിയുടെ പരുവത്തിനായിട്ടുണ്ടായിരുന്നു. പിന്നെ കാശ്മീരി മുളക് പൊടിയും കൂടി ഇടുവാണെങ്കിൽ കുറച്ചും കൂടെ കളർ കാണും കേട്ടോ. അല്ലെങ്കിലും കുഴപ്പമില്ല. നമുക്കിതാ നമ്മൾ അരച്ച് വെച്ചിരുന്ന ഈ ഒരു അരപ്പ് ഇടുമ്പം തന്നെ അതിനകത്ത് നല്ലൊരു കളർ വരും. അപ്പോൾ നമ്മൾ വെന്ത ആ ഒരു ചിക്കനകത്തോട്ട് നമ്മൾ അരച്ച് വെച്ചിരുന്ന ഉള്ളിയുടെ ഫ്രൈ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇതൊരു 3-4 മിനിറ്റ് കൈവിടാതെ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സാക്കി എടുക്കണം. എന്നാൽ മാത്രമേ ആ ചിക്കനകത്ത് ആ മസാലയൊക്കെ പിടിക്കത്തുള്ളൂ. പിടിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു ചിക്കൻ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഇളക്കി എല്ലാം ഒന്ന് മിക്സാക്കി ഒരു നന്നായിട്ടൊന്ന് മിക്സായി വന്നതിന് ശേഷം 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി പൊടിച്ചതാട്ടോ, അതും കൂടി ഇട്ട് കൊടുക്കുക. ചിലയിടത്ത് വലിയ ജീരകം എന്നൊക്കെ പറയും. അതും കൂടി ഇട്ട് കൊടുക്കുക. ഇത് രണ്ടാണ് കേട്ടോ ഇതിനകത്ത് ഏറ്റവും പ്രധാനമുള്ള സംഭവം. ഇതിട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്ത് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക. ഇപ്പം നമുക്കിത് നല്ല തിക്കായിട്ടിരിക്കുക കേട്ടോ. അതിനുശേഷം പിന്നീട് ആ തീ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. അതും കൂടി ഇടുമ്പോഴത്തേക്ക് നല്ല കേട്ടോ. അതും കൂടി ഇട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുമ്പം തന്നെ നമ്മുടെ ചിക്കൻ ചുക്ക റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുപ്പത്തു നിന്ന് മാറ്റാം. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ഇത് ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കണം. ഇത് എൻ്റെ റെസിപ്പീസ് ഒന്നും അല്ല കേട്ടോ. ഇത് ഞാൻ യൂട്യൂബിൽ നിന്ന് നോക്കിയെടുത്തതാണ്. കാരണം എനിക്ക് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയതാട്ടോ. പക്ഷേ പൊളി ടേസ്റ്റാണ്, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചിക്കൻ അധികം കഴിക്കാത്ത കുഞ്ഞും പോലും നന്നായിട്ട് കഴിച്ചേട്ടോ. അപ്പോൾ നമ്മൾ അതെല്ലാം റെഡിയായി. അപ്പോഴത്തേക്ക് ഇനി നമുക്ക് ഉച്ചക്കലത്തുള്ള ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരുപാട് സമയമായി. കാരണം ഇന്ന് ലേറ്റ് ആയിട്ടല്ലേ എഴുന്നേറ്റത്. അതുകൊണ്ട് തന്നെ നമ്മൾ കുക്ക് ചെയ്തൊക്കെ വന്നപ്പോഴത്തേക്ക് കുറച്ച് ലേറ്റായി. അപ്പം നമ്മുടെ ഫ്രൈഡ് റൈസ് എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ റൈസും ചിക്കനും ഒക്കെ ആയിട്ട് നമ്മൾ എടുത്തു. ഇനി ഞാൻ എൻ്റെ ആടയാഭരണം അഴിച്ച് മാറ്റട്ടെ. ആകെ ക്ഷീണിച്ച അവശതയായി. ഇനി എന്തെങ്കിലും കഴിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെ ഇതാ ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിക്കാൻ വന്നു. അടിപൊളി ടേസ്റ്റ് കേട്ടോ, ഒരു രക്ഷയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ചിക്കൻ ചുക്ക എന്നുള്ളൊരു സാധനം കഴിക്കുന്നത് തന്നെ. പേര് കേട്ടപ്പം തന്നെ ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. പക്ഷെ എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയത്തില്ല. ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. അത് തന്നെ പൊളി ആയതുകൊണ്ട് ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ കുഞ്ഞിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുഞ്ഞിനാണെങ്കിൽ അങ്ങനെ ചിക്കൻ വലിയ താല്പര്യമില്ല. ഈ അൽഫാം, ബ്രോസ്റ്റഡ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കത്തുള്ളൂ. അല്ലാതെ കറി വെച്ചാൽ കഴിക്കാത്ത ആളാണ്. അപ്പോൾ ഇത് കഴിച്ചപ്പോഴത്തേക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിനകത്ത് മസാലയായിട്ടൊക്കെ ഇട്ടു. എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. ഒരു വട്ടമെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുഞ്ഞിന് ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ കുഞ്ഞൻ പറഞ്ഞേക്കാണ് ഇനി ഇടയ്ക്കൊക്കെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി, അടിപൊളിയാണെന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് വന്ന് ഞാൻ തുണി കുറച്ച് മുക്കിയൊക്കെ ആയിട്ട് കുറേ തുണികളുണ്ടായിരുന്നു കഴിയാൻ വേണ്ടി. എനിക്ക് 2-3-4 ദിവസമായിട്ട് ഞാൻ വയ്യാണ്ടൊക്കെ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് തന്നെ തുണി കഴുകും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞാൻ കഴിഞ്ഞൊരു വ്ളോഗിനകത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് വയ്യായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തുണി ഇങ്ങനെ നിറയെ ആയി കേട്ടോ. അതുകൊണ്ട് കുറച്ച് ഇങ്ങനെ മുക്കി വെക്കാമെന്ന് കഴിച്ചു. ഉച്ച കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പം മിക്കപ്പോഴും തുണി കഴുകിയിടാറുള്ളത്. കാരണം രാവിലെ കഴിയാൻ ഭയങ്കര പാടാണ്, നല്ല വെയിലാണ്. ആ സമയത്ത് തുണി കഴുകാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഉരുകി പോകും, അത്രയ്ക്ക് നല്ല വെയിലും. പിന്നെ എനിക്ക് തലവേദനയൊക്കെ ആവും. അതുകൊണ്ട് പിന്നെ തുണിയൊക്കെ മുക്കി വെച്ചതിന് ശേഷം വന്നിട്ടാണ് പാത്രങ്ങളൊക്കെ കഴുകാൻ വന്നത്. അപ്പോൾ പാത്രങ്ങൾ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കഴുകി പറക്കി പിന്നെ അവിടേക്കൊന്ന് തുടച്ച് ഒന്ന് വൃത്തിയൊക്കെ ആക്കുമായിരുന്നു. പിന്നെ കുറേ കൂട്ടുകാർ നമ്മളോട് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് പേരുടെ പേര് ഇതാ ഈ ഒരു വീഡിയോയിൽ പറയാം. എബ്രഹാം ജോസഫിൻ്റെ വൈഫായ അശ്വതിക്കും മകൻ അപ്പുവിനും, ആമിന സജീറിനും, ഷംന ഷാൻ മക്കളായ ഹാദിയ, ഹാലിയ,
വൃന്ദ പ്രകാശ് ആണോ എന്ന് എനിക്കറിയത്തില്ല, KS എന്നും പറഞ്ഞാണ് ഇട്ടേക്കുന്നത്. അപ്പം എല്ലാവർക്കും നമ്മളുടെ ഒരു ഹായ് ഉണ്ട്. പിന്നെ ഒരു 3 മക്കൾക്ക് എൻ്റെ ഒരു ചക്കരമ്മയുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെ എല്ലാം ഒന്ന് തുഴച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. എന്നിട്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴേട്ടോ 1-2 കോവയ്ക്ക് ഇങ്ങനെ താഴെ വീണ് കിടക്കുന്നത്. അപ്പോഴാണ് ഇത് വിളഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് തന്നെ. അങ്ങനെ പിന്നെ മേളിലോട്ട് കയറി വന്നു കേട്ടോ. ഇടയ്ക്ക് വെച്ചിട്ട് കയറി വന്നപ്പോൾ അത് അധികം വലുപ്പമായിട്ടൊന്നും ഇല്ല. പൂവൊക്കെ പിടിച്ച് ചെറിയൊരു പിഞ്ച് പോലെയൊക്കെ നിൽക്കുന്നേ ഉള്ളായിരുന്നു കേട്ടോ. അപ്പം നല്ല അത്യാവശ്യം കുറച്ച് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അധികം അങ്ങ് വലുതാവത്തില്ല കേട്ടോ, ഒരു മീഡിയം സൈസ് ആവത്തേ ഉള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ പറിച്ചില്ലെങ്കിൽ അതങ്ങ് വിളഞ്ഞ് ഒരു പഴുത്ത ആ ഒരു പരുവായി പോവും. നന്നായിട്ട് വലുപ്പമുള്ള കോവയ്ക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അത് അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നതാണ്. കിണറ്റിൻകരയിൽ നമ്മൾ ആ ഒരു പിന്നെ മുരിങ്ങയൊക്കെ നിന്നില്ലേ, ആ ഒരു ഭാഗത്ത് നിൽക്കുന്നതായിരുന്നു. അതാണ് അപ്പുറത്തവരെല്ലാം കൂടെ വലിച്ചു പറിച്ച് ഇപ്പുറത്തോട്ട് കളഞ്ഞത്. അതുകൊണ്ട് അതങ്ങ് നശിച്ചു പോയേട്ടോ. പിന്നെ അതങ്ങോട്ട് പിടിക്കുന്നതുമില്ല. അപ്പോൾ ഇതാ ഞാൻ ഇവിടെ നിന്ന് കുറേ പറിക്കാനുണ്ട് കേട്ടോ. ശരിക്കും നിന്നൊക്കെ പറിക്കാനേ ഉള്ളതുണ്ട്. നേരത്തെ ഇവിടെ പടർന്ന് ഇങ്ങനെ കിടക്കുമായിരുന്നു. ഇതിനെക്കാട്ടും വലിയ രീതിയിൽ പടർന്ന് കിടപ്പുണ്ടായിരുന്നു. അപ്പം ഞാനതൊരു വ്ളോഗിനകത്ത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. വെട്ടിക്കളഞ്ഞായിരുന്നു. ആ ഒരു സമയത്ത് ഒരുപാട് പുഴുക്കളും വണ്ടികളും ഒക്കെ കയറി ആകെ ഇങ്ങനെ നശിച്ച് കിടക്കുമായിരുന്നു. ആ സമയത്ത് എന്തെങ്കിലും കയറിയിരുന്നാൽ പോലും ഇഴജന്തുക്കൾ എന്തെങ്കിലും കയറിയിരുന്നാൽ പോലും നമ്മൾ അറിയത്തില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് അന്ന് വെട്ടിക്കളഞ്ഞത്. അപ്പോൾ കുറേ പേര് വെട്ടിക്കളയുന്ന കണ്ടിട്ട് പറഞ്ഞായിരുന്നു വെട്ടിക്കളയേണ്ടായിരുന്നു, അത് നിന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് വെട്ടിക്കളഞ്ഞാലും എന്താ ഇത് പെട്ടെന്ന് തന്നെ വീണ്ടും പടർന്ന് മുകളിലോട്ട് കയറി. അതിൻ്റെ ചെവിട് ഭാഗം നിർത്തിയിട്ടാട്ടോ വെട്ടിയത്. അതുകൊണ്ട് തന്നെ പൊട്ടി കിളിച്ചിട്ട് നിറയെ ഇങ്ങനെ പിന്നെയും മുകളിൽ വരെ തന്നെ കയറിയതാട്ടോ. നമ്മൾ പടർത്തി വിട്ടൊന്നുമില്ല, തന്നെ പടർന്ന് കയറിയതാണ്. എന്തായാലും 2 ദിവസം എടുക്കാനുള്ളതായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതെല്ലാം പറിച്ച് വെച്ചതിന് ശേഷം വന്ന് ഞാൻ തുണി കഴുകി ഇടുകയായിരുന്നു. ഇപ്പം കഴിയാലോ, അല്ലെങ്കിൽ ഇരുട്ടുമ്പോഴെങ്കിലും നമുക്ക് പറക്കാൻ പറ്റത്തുള്ളൂ. കുറച്ച് ചെറിയൊരു വെയിലുണ്ട്. ആ ഒരു വെയിൽ വെട്ടത്ത് കിടന്ന് കാറ്റൊക്കെ കൊണ്ടുവന്ന് ഉണങ്ങി കിട്ടും. പിന്നീട് നമുക്ക് രാത്രിയിൽ അകത്തെടുത്ത് ഇട്ടാൽ മതിയല്ലോ. മെയിനായിട്ട് കുഞ്ഞിൻ്റെ യൂണിഫോം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴുകിയിട്ടില്ലെങ്കിൽ പിന്നെ കുഞ്ഞിന് നാളെ ഇട്ടുകൊണ്ട് പോകാനും പറ്റത്തില്ല. അങ്ങനെ പിന്നെ അതാണ്. അപ്പം അതെല്ലാം ഒന്ന് കഴുകിയൊക്കെ എടുക്കുമായിരുന്നു. പിന്നെ കുറേ പേര് നമ്മളോട് ചോദിച്ചൊരു ചോദ്യമാണ്, നമ്മൾ കണ്ണട വെക്കാൻ എത്ര നാൾ പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എത്ര നാൾ യൂസ് ചെയ്യണം, ഡോക്ടർ എന്താ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ മുന്നിലത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് ഓർമ്മയില്ല. എന്നിട്ട് വീണ്ടും കമൻറ്റ്സ് വന്നുകൊണ്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. കണ്ണട ഞങ്ങൾക്ക് ലൈഫ് ലോങ് വെക്കാനുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞിരുന്നത്. ഒരു 3 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് വെക്കണം, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് വലിയ പ്രശ്നമില്ല. ഒരു കണ്ണിന് പവർ കുറവുണ്ട് കേട്ടോ. അത് വലിയ തോതിലല്ല, ചെറിയൊരു തോതിൽ കുറവുണ്ട്. അപ്പോൾ അവർ പറയുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഫോണും കാര്യങ്ങളൊക്കെ ലാപ്പൊക്കെ യൂസ് ചെയ്യുമല്ലേ. അപ്പോൾ നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കണ്ണിന് അതനുസരിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഗ്ലാസ് വെച്ചിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ വലിയ പ്രശ്നം വരത്തില്ല. പിന്നെ എനിക്ക് കണ്ണിനകത്ത് ഇങ്ങനെ ഒരു കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടേ ഇരിക്കും. പക്ഷേ അത് ഗ്ലാസ് വെച്ചിട്ടും, അതായത് കണ്ണട വെച്ചിട്ടും എനിക്കത് ഉണ്ട് കേട്ടോ. അത് മാറിയിട്ടില്ല, അതെന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ വെക്കാനുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പം നമ്മുടെ പവർ അതേപോലെ തന്നെ നിലനിൽക്കും. അതല്ലെങ്കിൽ ഇപ്പം ഉള്ള ആ ഒരു കുറവിൽ നിന്ന് പിന്നെയും കുറഞ്ഞു വരാനുള്ള ചാൻസ് കൂടുതലാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ കുഞ്ഞിനും അത് തന്നെ കേട്ടോ പറഞ്ഞിരുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇനി അത് കണ്ടിന്യൂസ് ആയിട്ട് വെക്കേണ്ടി വരും. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കണ്ണട നമ്മൾ ഉപയോഗിക്കുന്നത് നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ സംഭവം എടുത്തു വെക്കാൻ മറന്നു പോകും. അതാണ് മിക്കപ്പോഴും ഞാൻ രാവിലെയൊക്കെ എഴുന്നേറ്റ് വരുമ്പോൾ ഞാൻ മറന്നു പോകും കേട്ടോ. പിന്നെ കുഞ്ഞിനാണ് എന്നെ ഓർമ്മിപ്പിക്കുന്നത്, നീ കണ്ണട വെച്ചില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നത്. അപ്പോഴാണ് ഞാൻ പിന്നീട് ഓർത്തിട്ട് എടുത്ത് വെക്കുന്നത്. അങ്ങനെ ഇതാ നമ്മൾ വൈകുന്നേരത്തേക്ക് വെള്ളമൊഴുപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. പിന്നെ രാത്രിയിൽ എന്തുണ്ടാക്കണം എന്നിങ്ങനെ ചിന്തയായിരുന്നു കേട്ടോ. അപ്പം ചായയുടെ കൂടെ കഴിക്കാനൊന്നും ഇരിപ്പില്ലായിരുന്നു. അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോഴത്തേക്ക് കുറച്ച് ചോളം വാങ്ങിച്ച് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് പോപ്കോണൊക്കെ ഉണ്ടാക്കാമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനത്തത് മേടിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കേട്ടോ. അന്ന് ഞാൻ 2 പാക്കറ്റ് അല്ലാത്ത ടൈപ്പായിരുന്നു മേടിച്ചത്. അതിനകത്ത് ഇങ്ങനെ മസാലയൊക്കെ ചേർന്നിട്ടായിരുന്നു വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കുക്കറിനകത്ത് തന്നെയാണ് വെക്കുന്നത്. ഇതിനകത്ത് കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഈ ഒരു ചോളം ഇട്ടിട്ട് കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് ഒന്ന് ഇളക്കിയൊക്കെ എടുക്കുന്നുണ്ട്. ഇത് ഇച്ചിരി കൂടുതലായി പോയി കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതായി വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കൂടുതലായി പോയത്. അങ്ങനെ പിന്നെ അതൊന്ന് അടച്ച് വെച്ചിട്ട് ഇതാ പൊട്ടിയെല്ലാം മേളി വന്നിട്ടുണ്ട്. അപ്പം നല്ലപോലെ വരെയൊക്കെ ചെയ്ത് കേട്ടോ. പക്ഷേ ഇച്ചിരി ഉപ്പ് കുറവായിരുന്നു. കാരണം ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടുള്ളൂ. കൂടിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ട്, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മനസ്സിനകത്ത് ഇത് കുറച്ചേ ഉള്ളായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇത്ര നിറച്ചുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അങ്ങനെ പിന്നെ കോഫിയും കൂടിയൊക്കെ ഇട്ടു. പിന്നെ ഞങ്ങൾ കഴിക്കാനൊക്കെ ഇരുന്നു. അങ്ങനെ ഞങ്ങൾ കഴിക്കാമായിരുന്നു കേട്ടോ. ഒരു ഉപ്പില്ലാത്തതുകൊണ്ട് ചെറിയൊരു ടേസ്റ്റിൽ ഒരു ഇതുണ്ട്. നമുക്ക് ഉപ്പില്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ലല്ലോ ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ ഇതാ കോഫിയെല്ലാം കുടിച്ചതിന് ശേഷം കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു കഴുകി പറക്കാൻ. അധികം പാത്രങ്ങളൊന്നും ഇല്ല, നമ്മൾ കോഫിയുടെ പാത്രങ്ങളൊക്കെ ഉള്ളായിരുന്നു കേട്ടോ. അതൊന്ന് കഴുകി പറക്കി വെച്ചു. ഇനി നൈറ്റ് വേറെ ഒന്നും ഉണ്ടാക്കുന്നതൊന്നും ഇല്ല, കാരണം ഉച്ചക്കലത്തെ റൈസും കറിയൊക്കെ ഇരിപ്പുള്ളത് കൊണ്ട് അത് മാത്രം മതിയെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ പാത്രങ്ങളെല്ലാം കഴുകി പറക്കി വെച്ചിട്ട് നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കൊണ്ടുവച്ചാട്ടോ. കുടിക്കാനുള്ള വെള്ളമാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇവിടം വരെയൊക്കെ ഉള്ളൂ. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരിക്കും ടാറ്റാ ബൈ ബൈ, സീ യു.